ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിനു പിന്നിൽ സംഭവിച്ചതെന്ത്? പാക് ഭീകരരുടെ ഒളിത്താവളങ്ങൾ ഇന്ത്യൻ സൈന്യം എങ്ങനെ കണ്ടെത്തി? പരിശോധിക്കാം. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ 17 ഭീകരരാണ് കൊല്ലപ്പെട്ടത്. കൂടാതെ 9ഓളം ഭീകര ക്യാമ്പുകൾ തകർക്കുകയും ചെയ്തു. മുസാഫർബാദ്, ബഹവൽപൂർ, കോട്ട്ലി, മുരിഡ്ക് എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിലാണ് പ്രധാനമായും ആക്രമണം നടന്നത്. ലഷ്കർ-എ-തോയ്ബയുടെ ആസ്ഥാനമാണ് മുരിഡ്ക്. പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരൻ മസൂദ് അസ്ഹർ നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണ് ബഹവൽപൂർ. എന്നാൽ തീവ്രവാദ കേന്ദ്രങ്ങളെക്കുറിച്ച് ഇന്ത്യൻ സൈന്യത്തിന് ഇത്രയും കൃത്യം വിവരങ്ങൾ ലഭിച്ചത് ഇങ്ങനെയാണ്. പാകിസ്ഥാൻ, പാക് അധിനിവേശ കശ്മീർ എന്നിവിടങ്ങളിൽ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളെ ദേശീയ സാങ്കേതിക ഗവേഷണ സംഘടന ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെ നിരീക്ഷിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധമുള്ളവരുടെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തുകയും നിർണായകമായ എൻക്രിപ്റ്റഡ് സന്ദേശങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ദേശീയ ഏജൻസിയാണ് NTRO. ഇന്ത്യയുടെ കണ്ണും കാതുമെന്നാണ് NTROയെ വിശേഷിപ്പിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ഭീകരനായി പ്രഖ്യാപിച്ച മസൂദ് അസ്ഹർ 1999 മോചിതനായതു മുതൽ ബഹാവൽപൂരിൽ വളരെ കാലമായി ജെയ്ഷെ മുഹമ്മദിന്റെ താവളമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. പുൽവാമ, പാർലമെന്റ് എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ പ്രധാന അക്രമങ്ങൾക്ക് പിന്നിൽ ജെയ്ഷെ മുഹമ്മദായിരുന്നു. തീവ്രവാദികൾ ക്യാമ്പ് ചെയ്തിരുന്ന സ്ഥലങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയിരുന്നു. ഇതോടെയാണ് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിടാൻ പ്രത്യേകം കൃത്യതയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചത്. ഈ നടപടിയിലൂടെ ഏപ്രിൽ 22 നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിനും 26 പേരുടെ ജീവൻ അപഹരിച്ചതിനും ഇന്ത്യ പ്രതികാരം ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മദേഴ്സ് ഡേയിൽ വമ്പൻ ഓഫറുമായി BSNL. 2 റീചാർജ് പ്ലാനുകൾക്ക് അധിക വാലിഡിറ്റി. മാതൃദിനത്തോടനുബന്ധിച്ച് BSNL വരിക്കാർക്കായി പുതിയ ഓഫറുകൾ അവതരിപ്പിച്ചു. ഈ വർഷം മെയ് 11 മാതൃദിനം. പരിമിതമായ കാലയളവിലേക്ക് 2 റീചാർജ് പ്ലാനുകൾക്കൊപ്പം അധിക വാലിഡിറ്റിയും ഈ ഓഫറുകളിലൂടെ BSNL വാഗ്ദാനം ചെയ്യുന്നു. 1499 രൂപ, 1999 രൂപ പ്ലാനുകൾ 29 ദിവസത്തെ അധിക വാലിഡിറ്റിയാണ് BSNL വാഗ്ദാനം ചെയ്യുന്നത്. മാതൃദിനത്തോടനുബന്ധിച്ച് 1999 രൂപയുടെ റീചാർജ് പ്ലാനിൽ BSNL 380 ദിവസത്തെ വാലിഡിറ്റി വാഗ്ദാനം ചെയ്യുന്നു. ഈ പ്ലാൻ സാധാരണയായി 365 ദിവസത്തെ വാലിഡിറ്റി ആയിരുന്നു നൽകിയിരുന്നത്. അതുപോലെ 1499 രൂപയുടെ റീചാർജ് പ്ലാനിൽ 365 ദിവസത്തെ വാലിഡിറ്റി കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. ഇത് സാധാരണയായി 336 ദിവസത്തെ വാലിഡിറ്റി വാഗ്ദാനം ചെയ്യുന്നു. മെയ് 7 മുതൽ മെയ് 14 വരെയാണ് പ്രത്യേക ഓഫർ. BSNL വെബ്സൈറ്റ് വഴി റീചാർജ് ചെയ്യുന്ന ഉപയോക്താക്കൾക്ക് മാത്രമേ ഈ ഓഫർ ബാധകമാകൂ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. റോക്കറ്റുകൾ വഹിക്കുന്നത് ഇന്ത്യൻ സ്വപ്നങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ ബഹിരാകാശ നിലയം ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്ര മറ്റുള്ളവരുമായി മത്സരിക്കാനല്ല, മറിച്ച് ഒരു ഉയരങ്ങളിലെത്താനാണെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. അന്താരാഷ്ട്ര ബഹിരാകാശ പര്യവേഷണ സമ്മേളനമായ GLX 2025 ആശംസ നേരുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ബഹിരാകാശ ദർശനത്തെ വസുദൈവ കുടുംബകം എന്ന പുരാതന തത്വചിന്തയോട് പ്രധാനമന്ത്രി ഉപമിച്ചു. മെച്ചപ്പെട്ട നാളേക്കായി ശാസ്ത്രത്തിന്റെയും ബഹിരാകാശ പര്യവേഷണത്തിന്റെയും കൂട്ടായ പരിശ്രമം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ലോകത്തിലെ മുൻനിര ബഹിരാകാശ ഏജൻസികളുടെ മേധാവിമാരും ഗവേഷകരും 3 ദിവസത്തെ സമ്മേളനത്തിനായി രാജ്യതലസ്ഥാനത്തെത്തിയിട്ടുണ്ട്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷൻ പ്രസിഡന്റ് ക്ലേ മൌറി, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ തലവൻ ISRO മേധാവി ഡോക്ടർ V നാരായണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഗഗൻയാൻ ദൗത്യം വൈകും. 2027 യാത്രികർ ബഹിരാകാശം തൊടുമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ. ഇന്ത്യയുടെ അഭിമാന ഗഗൻയാൻ ബഹിരാകാശ പദ്ധതിയിലെ ആദ്യ മനുഷ്യദൗത്യത്തിനായി 2027 വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ. ആദ്യ ആളില്ലാ ഗഗൻയാൻ ദൗത്യം ഈ വർഷം അവസാനത്തോടെ നടക്കുമെന്നും നാരായണൻ കൂട്ടിച്ചേർത്തു. അടുത്ത വർഷം 2 ആളില്ലാ വിക്ഷേപണങ്ങൾ ISRO നടത്തും. ഗഗൻയാൻ ദൗത്യം വിജയിച്ചാൽ ബഹിരാകാശ പേടകമുള്ള എലൈറ്റ് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിക്കും. അന്താരാഷ്ട്ര ബഹിരാകാശ പര്യവേഷണ സമ്മേളനത്തിന് മുന്നോടിയായി ദില്ലിയിൽ നടന്ന പ്രത്യേക വാർത്താ സമ്മേളനത്തിലാണ് ISRO മേധാവി പുതുക്കിയ സമയക്രമം അറിയിച്ചത്. 2018 സ്വാതന്ത്ര്യദിനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗഗൻയാൻ പദ്ധതി പ്രഖ്യാപിച്ചത്. 2022ഓടെ ഇന്ത്യക്കാരനെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് ബഹിരാകാശത്തേക്ക് അയക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും കോവിഡും സാങ്കേതിക കടമ്പകളും കാരണം ദൗത്യം വൈകുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.
ടാറ്റ മോട്ടോഴ്സ് വിഭജനം യാഥാർത്ഥ്യമാകുന്നു. വാണിജ്യ വാഹനങ്ങൾ, പാസഞ്ചർ വാഹനങ്ങൾ എന്നിങ്ങനെ 2 വിഭാഗങ്ങളായിട്ടാണ് ബിസിനസ് വിഭജിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പിന്റെ പ്രമുഖ കമ്പനിയായ ടാറ്റ മോട്ടോഴ്സ് വിഭജിച്ച് പുതിയ 2 ലിസ്റ്റഡ് കമ്പനികളായി മാറും. ഇതിന് ടാറ്റ മോട്ടോഴ്സ് ഓഹരിയുടമകൾ അനുമതി നൽകിയതായി കമ്പനി അറിയിച്ചു. വിദേശ വിപണികളിലടക്കം ശക്തമായ ബിസിനസ് സാന്നിധ്യമുള്ള കമ്പനി കൂടിയാണിത്. പാസഞ്ചർ, കൊമേഴ്ഷ്യൽ വെഹിക്കിൾ എന്നിങ്ങനെ 2 പുതിയ കമ്പനികൾ രൂപീകരിക്കുമ്പോൾ UK ലക്ഷറി ബ്രാൻഡുകളായ ജാഗ്വാർ, ലാൻഡ് റോവർ എന്നിവ പാസഞ്ചർ കമ്പനിയുടെ കീഴിലായിരിക്കും. കഴിഞ്ഞ ദിവസം നിലവിൽ വന്ന ഇന്ത്യ-UK വ്യാപാര കരാർ 2 ബ്രാൻഡുകൾക്കും നികുതി ഇളവ് നേടുന്നതിനും സഹായകമായി മാറും. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ടാറ്റ മോട്ടോഴ്സിന്റെ വിഭജന വാർത്ത വന്നത്. കമ്പനിയുടെ വളർച്ചയ്ക്ക് വിഭജനം സഹായകമാകുമെന്നാണ് മാനേജ്മെന്റിന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.